എല്ലാവർക്കും നമസ്കാരം. ഇന്റലിജൻസ് ബ്യൂറോയിൽ ഒരു ഓഫീസറായിട്ട് ജോലി ആഗ്രഹിക്കുന്നവർക്ക് എക്സാം ഇല്ലാതെ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഇന്റർവ്യൂ വഴിയാണ് ജോലി ലഭിക്കുന്നത്. സ്ഥിര ജോലിയാണ്. സോ നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ജൂലൈ 3-ാം തീയതി വരെ നമുക്ക് റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. സോ ധാരാളം പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്റലിജൻസ് ബ്യൂറോയിലെ വേക്കൻസിയാണ്. സോ നമുക്ക് ഇന്റലിജൻസ് ബ്യൂറോയിലേക്ക് വന്നിരിക്കുന്ന വേക്കൻസി ഡീറ്റെയിൽസ് നോക്കാം. സോ 16-ാമത്തെ പോസ്റ്റാണ് ഇന്റലിജൻസ് ബ്യൂറോയിലേക്കുള്ള DCIO ഡെപ്യൂട്ടി സെൻട്രൽ ഇന്റലിജൻസ് ഓഫീസറുടെ പോസ്റ്റാണ്. അൺറിസർവ്ഡ് 7 വേക്കൻസി, OBCക്ക് 2 വേക്കൻസി, SCക്ക് 2 വേക്കൻസി, STക്ക് 2 വേക്കൻസിയാണ്. ടോട്ടൽ 13 വേക്കൻസിയുടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സോ ഈ നോട്ടിഫിക്കേഷൻ മറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള വേക്കൻസികളുണ്ട്. IBയിലേക്ക് 13 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 35 വയസ്സിന് അൺറിസർവ്ഡിനും 38 വയസ്സിൽ OBCക്കും 40 വയസ്സിൽ SC/ST കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ BE ഓർ BTech അതല്ലെങ്കിൽ BSc ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പറഞ്ഞിരിക്കുന്ന സ്ട്രീംസ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ടെക്നോളജി, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ ഫിസിക്സ് വിത്ത് ഇലക്ട്രോണിക്സ് ഓർ ടെലികമ്മ്യൂണിക്കേഷൻ അതല്ലെങ്കിൽ MCA ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപ്ലൈ ചെയ്യുക. ഇന്റർവ്യൂ ആണ് ഉണ്ടായിരിക്കുന്നത്. അപ്ലൈ ചെയ്യുന്നത് UPSCയുടെ സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യുന്നത്. ഈ നോട്ടിഫിക്കേഷനിൽ തന്നെ ധാരാളം പോസ്റ്റുകൾ ഇത് കൂടാതെ ഉണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മറ്റുള്ള പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപ്ലൈ ചെയ്യുക. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. UPSCയുടെ സൈറ്റിലേക്കുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം.